ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു റോഹാസ് കിച്ചൻ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല അടിപൊളി ഒരു ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ്. ബീഫ് ബിരിയാണിയുടെ റെസിപ്പിയാണ്. കോഴിക്കോട് ദം ബീഫ് ബിരിയാണി. നമ്മൾ കോഴിക്കോട് വീടുകളിലൊക്കെ വെക്കുന്ന ഒരു ബീഫ് ദം ബിരിയാണിയുടെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ കാണിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു 5 മുതൽ 6 വരെ ഒരു മീഡിയം സൈസ് സവാള ഇതുപോലെ സ്ലൈസ് ചെയ്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഇതുപോലൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. നല്ല കുഴിയുള്ള പാത്രത്തിലേക്ക് വേണം കേട്ടോ ഇട്ട് കൊടുക്കാൻ. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഒരു 5 മുതൽ 6 വരെ തക്കാളി ഞാനിതുപോലെ ചെറുതായി അരിഞ്ഞു വെച്ചത് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്തതായി ഞാനിവിടെ ഒരു വെളുത്തുള്ളി മുഴുവനായി ചതച്ചെടുത്തതും ഒരു കഷ്ണം ഇഞ്ചി, നമ്മുടെ ചെറിയൊരു കഷ്ണം ഇഞ്ചി ചതച്ചതും, പിന്നെ ഒരു 10 മുതൽ 15 പച്ചമുളക് വരെ ചതച്ചതൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടിയും കുറച്ചുമൊക്കെ ചേർക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു 12 പച്ചമുളകാണ്. അടുത്തതായിട്ട് നമുക്കിതിലേക്ക് ഇലകൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ മല്ലിയില, പുതിനയില, കറിവേപ്പില ഒക്കെ കൂടി ഒരു കപ്പോളം വരും കേട്ടോ. ഇതെല്ലാം കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി കൈവച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം. ഇനി അടുത്തതായി നമുക്കിതിലേക്ക് ആവശ്യത്തിന് കല്ലുപ്പൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പൊടിയുപ്പ് ചേർക്കരുത്, കല്ലുപ്പ് തന്നെ ചേർക്കാൻ ശ്രദ്ധിക്കുക. എന്നിട്ട് കൈകൊണ്ട് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതൊക്കെ നന്നായിട്ട് ഇതിൻ്റെ ജ്യൂസൊക്കെ ഇങ്ങനെ വരുന്നവരെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ കല്ലുപ്പ് തന്നെ ചേർക്കാൻ ശ്രദ്ധിക്കുക. പൊടിയുപ്പ് ചേർക്കുന്നതിനേക്കാളും കൂടുതൽ രുചി ബിരിയാണിക്ക് കല്ലുപ്പ് ചേർക്കുന്നതാണ്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി അടുപ്പത്ത് നമുക്കൊരു പാന് ചൂടാക്കാം. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു 3 മുതൽ 4 ടേബിൾ സ്പൂൺ വരെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയൊക്കെ നന്നായി ചൂടായി വരുമ്പോൾ നമ്മൾ നേരത്തെ കൈകൊണ്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ബിരിയാണി മസാലയുടെ കൂട്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. മുഴുവനായും ഇട്ട് കൊടുക്കാം. ഇതൊന്ന് വഴന്ന് വരുന്നത് വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. നമ്മൾ കോഴിക്കോട്ട് ഇങ്ങനെ അല്ലാതെ പല സ്റ്റൈലിലും വീടുകളിൽ ബിരിയാണി വെക്കും. എൻ്റെ ഉമ്മാൻ്റെ റെസിപ്പി വേറെ ഒന്നാണ്, അതുപോലെ വല്ലുമ്മാൻ്റെ റെസിപ്പി വേറെ ഒന്നാണ്. അങ്ങനെ പല പല റെസിപ്പികളുണ്ട്. നമ്മൾ ട്രഡീഷണലായിട്ട് ദം ബിരിയാണി വെക്കാറ് സാധാരണ ഇങ്ങനെയല്ല. നമ്മളിതുപോലെ വഴറ്റാതെ ഡയറക്റ്റായിട്ട് കൈകൊണ്ട് കുഴിച്ചെടുത്തത് ദം ചെയ്ത് എടുക്കാറാണ് പതിവ്. അപ്പോൾ ഇതൊന്ന് നന്നായി വഴന്ന് വരുന്നത് വരെ ഇളക്കി മൂടി വെച്ച് കൊടുക്കാം നമുക്ക്. അപ്പോൾ ഇവിടെ നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് ആവശ്യമായ മസാലകൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അടുത്തതായി ഒരു 1/2 ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ബിരിയാണിക്ക് ഒരു ഗോൾഡൻ യെല്ലോ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത്. അടുത്തതായിട്ട് നമ്മൾ ഒരു 3 ടേബിൾ സ്പൂൺ നിറയെ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. വറുത്ത മല്ലിപ്പൊടി ചേർക്കാതിരിക്കുക, പച്ച മല്ലി തന്നെ ചേർക്കണം. എന്നാലേ ബിരിയാണിക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. അടുത്തതായിട്ട് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള ബിരിയാണി മസാല ചേർത്ത് കൊടുക്കുകയാണ്. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് ഗരം മസാലയും ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്നത് പെരുംജീരകത്തിൻ്റെ പൊടിയാണ്. അതൊരു ടീസ്പൂണോളം നമ്മൾ ചേർത്തിട്ടുണ്ട്. ഇനി പൊടികളൊക്കെ നന്നായി മിക്സായി അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി അടുത്തതായിട്ട് നമ്മളിതിലേക്ക് ചെറുനാരങ്ങയുടെ നീരാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനൊരു ചെറുനാരങ്ങയുടെ നീര് മുഴുവനും എടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ വാർത്ത് വെച്ചിട്ടുള്ള ബീഫ് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ അത്യാവശ്യം ഒരു മീഡിയം സൈസിൽ കട്ട് ചെയ്തെടുത്ത ബീഫാണ് ചേർത്ത് കൊടുക്കുന്നത്. ബീഫ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഈ മസാലയൊക്കെ ബീഫിൻ്റെ എല്ലാ ഭാഗത്തും ആവുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഞാനിവിടെ 1 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. 1 കിലോ ബീഫിലേക്ക് നമ്മൾ 1 കിലോ അരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. മസാല ബീഫിലോട്ട് പിടിക്കുന്നത് വരെ നമുക്കിതൊരു 2 മിനിറ്റ് മൂടി വയ്ക്കാം. നമ്മൾ ബീഫ് ഇതിലിട്ട് വേവിച്ചെടുക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് മസാല പിടിക്കുന്നത് വരെ ഒന്ന് ഒരു 2-3 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കിതുപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അതുപോലെ ജസ്റ്റ് ഒന്ന് തിള വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വയ്ക്കാം. ഇനി നമ്മൾ അടുത്തതായി ഇതിലേക്ക് ചേർക്കുന്നത് 1/2 പാക്കറ്റോളം തൈരാണ്. അതായത് 1 കപ്പോളം വരും, 250 ml. നമ്മൾ ഈ ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷമാണ് തൈര് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതൊന്ന് നന്നായി മിക്സ് ചെയ്തെടുത്ത് നമുക്ക് ഇത് മാറ്റി വയ്ക്കാം. അടുത്തതായി നമ്മൾ ഒരു പാന് ചൂടാക്കി അതിലേക്ക് നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമുക്ക് ഇതിലേക്കുള്ള നട്ട്സൊക്കെ ഒന്ന് വറുത്ത് കോരിയെടുക്കാം. ഞാനിതിലേക്ക് കുറച്ച് കശുവണ്ടിയും മുന്തിരിയുമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതൊന്ന് നന്നായി വറുത്തെടുക്കാം. അടുത്തതായിട്ട് ഇതേ നെയ്യിലേക്ക് തന്നെ നമ്മൾ കുറച്ച് ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ബിരിയാണിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉള്ളി പൊരിച്ചെടുക്കാനാണ്.
ഇതൊരു ഗോൾഡൻ കളർ ആകുമ്പോൾ നമുക്ക് വറുത്ത് കോരി മാറ്റി വയ്ക്കാം. ഞാനിതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് ബിരിയാണിയിലേക്ക് ആവശ്യമായിട്ടുള്ള നെയ്ച്ചോറ് തയ്യാറാക്കിയെടുക്കാം. ഞാൻ അതിനായിട്ട് ഇവിടെ ഒരു ബിരിയാണി പോട്ട് എടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഉള്ളിയൊക്കെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള നെയ്യ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊരു 100 ഗ്രാം നെയ്യ് ഉണ്ടാവും. ഇനി നമുക്ക് അതിലേക്ക് 4 ഏലക്ക, 4 മുതൽ 5 ഗ്രാമ്പൂ, പിന്നെ നമുക്ക് ചെറിയ 2 കഷ്ണം പട്ട, പിന്നെ ഒരു 1/4 കഷ്ണം സവാള ചെറുതായി അരിഞ്ഞെടുത്തത്, പിന്നെ അതുപോലെ തന്നെ കുറച്ച് ക്യാരറ്റും. ഇതുപോലെ ഞാനിവിടെ ഒരു ചെറിയ ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്. എല്ലാം കൂടെ നമുക്കൊന്ന് നെയ്യിൽ വഴറ്റിയെടുക്കാം. ഇതൊന്ന് വഴന്നു വന്നതിന് ശേഷം നമ്മൾ അടുത്തതായി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 2 ചെറിയ തക്കാളിയാണ്. കൂടെ കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് ജസ്റ്റ് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ കഴുകി ഊറ്റി വെച്ചിട്ടുള്ള ജീരകശാല അരി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ജീരകശാല റൈസാണ് എടുത്തിട്ടുള്ളത്. ബിരിയാണിക്ക് കൂടുതൽ ടേസ്റ്റ് ജീരകശാല റൈസ് എടുക്കുന്നതാണ്. അരി മുഴുവനും ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ അരി ഈ നെയ്യിലിട്ടൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ അരി നമ്മൾ ഒരു 6-7 മിനിറ്റോളം നന്നായി വറുത്തെടുത്തിട്ടുണ്ട്. ഇനി അരിയിലേക്ക് നന്നായി തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഏത് കപ്പിലാണോ അരി അളന്നെടുത്തിട്ടുള്ളത് അതിൻ്റെ ഡബിളായിട്ടാണ് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത്. നമ്മളിപ്പോൾ 1 കപ്പ് അരിയാണെങ്കിൽ 2 കപ്പ് വെള്ളം എന്ന അളവിലാണ് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത്. ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം. നന്നായി തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ചൂടോടുകൂടി തന്നെ ഒഴിച്ചു കൊടുക്കണം. ഇനി നമുക്ക് നെയ്ച്ചോറിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കല്ലുപ്പാണ് ഉപയോഗിക്കുന്നത്. നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിക്കാം. ചൂടുവെള്ളം ചേർത്തത് കൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് നെയ്ച്ചോറ് റെഡിയായിട്ട് കിട്ടും. അരി വറുത്തെടുത്തത് കൊണ്ട് നമുക്കിത് പെട്ടെന്ന് തന്നെ കുക്കായിട്ട് കിട്ടും. ഒരു 5 മിനിറ്റിന് ശേഷം ഇതുപോലെ ഒന്ന് തുറന്നെടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കണം. ബിരിയാണിയിലേക്ക് ആയതുകൊണ്ട് നമുക്ക് മുഴുവനായിട്ടും നെയ്ച്ചോറ് കുക്ക് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ഒരു ഹാഫായിട്ട് കുക്ക് ചെയ്തെടുത്താൽ മതി. ഇനി ഒരു 2-3 മിനിറ്റ് ഒന്നുകൂടി മൂടി വെച്ച് വേവിച്ചെടുക്കാം. 2-3 മിനിറ്റിന് ശേഷം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് മുഴുവനായിട്ട് കുക്ക് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. കാരണം ദമ്മിൽ കിടന്നിട്ട് ഒന്നുകൂടെ റൈസ് കുക്കായിട്ട് വരും. അതുകൊണ്ട് നമുക്ക് റൈസ് ഒരു ഹാഫ് കുക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോൾ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. നമുക്ക് ഇതുപോലെ ഒരു ബിരിയാണീൻ്റെ ചെമ്പോ അല്ലെങ്കിൽ ഞാനിവിടെ ഒരു വലിയ കുക്കറാണ് എടുത്തിട്ടുള്ളത്. ഞാനിതിലാണ് സ്ഥിരമായിട്ട് ബിരിയാണി വെക്കാറ്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള കായം നമുക്ക് ചേർത്ത് കൊടുക്കാം, ബിരിയാണി മസാല. എന്നിട്ട് നമ്മൾ കൈകൊണ്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ ഈവണായിട്ട് നമ്മൾ എല്ലാ ഭാഗത്തും ഒരുപോലെ പ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് ഇത് വെന്ത് കിട്ടുള്ളൂ. ഇനി നമ്മൾ അടുത്തതായി മസാലയിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നമ്മൾ റോസ് വാട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ഗ്ലാസ് വെള്ളത്തിൽ ഒരു മുടി റോസ് വാട്ടർ, അതായത് 1 ടീസ്പൂൺ റോസ് വാട്ടർ നമ്മൾ ഇതിലേക്ക് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കല്യാണ വീട്ടിലൊക്കെ ബിരിയാണി വെക്കുമ്പോൾ ഈ വെപ്പുകാരൊക്കെ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട്. അങ്ങനെയാണ് ഞാൻ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയത്. പക്ഷേ ഇങ്ങനെ ചെയ്തപ്പോൾ നമ്മുടെ ബിരിയാണിക്ക് നല്ലൊരു ടേസ്റ്റും ഫ്ലേവറും ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത് നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചേ. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള നെയ്ച്ചോറ് നമുക്കിതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ നെയ്ച്ചോറ് 2 ലെയറായിട്ടാണ് ഇടുന്നത്. ഇനി നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള ഉള്ളിയിലേക്ക് കറിവേപ്പിലയും മല്ലിയിലയും കുറച്ചുകൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് അതിൻ്റെ ഒരു പകുതി നമുക്ക് മുകളിലേക്ക് വിതറി കൊടുക്കാം. കൂടെ തന്നെ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂണോളം ബിരിയാണി മസാല കൂടി നമുക്കിതിൻ്റെ മുകളിലേക്ക് വിതറി കൊടുക്കാം. അടുത്തതായി നെയ്യ് ഉരുക്കിയെടുത്ത് ഒരു 2 ടേബിൾ സ്പൂണോളം നമുക്കിതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി അടുത്ത ലെയറും നമുക്ക് ഇതേപോലെ തന്നെ ഒന്ന് ചെയ്തെടുക്കാം. ഇനി അടുത്തതായി നമുക്കിതുപോലെ ദം ഒട്ടിച്ചെടുക്കാം. അതിനായി ഞാനിവിടെ കുറച്ച് മാവ് കുഴച്ച് വെച്ചിട്ടുണ്ട്. മൈദപ്പൊടി വെച്ചിട്ടാണ് സാധാരണ ദം ഒട്ടിച്ചെടുക്കാറ്. ഞാനിവിടെ ആട്ടപ്പൊടി വെച്ചിട്ടാണ് ദം ഒട്ടിച്ചെടുക്കുന്നത്. പാത്രത്തിൻ്റെ എല്ലാ സൈഡിലും ഇതുപോലെ മാവ് ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു മൂടി വെച്ച് ഇതൊന്ന് പ്രസ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇത് അടുപ്പത്ത് വെച്ച് കത്തിച്ചെടുക്കാം. ചിരട്ട യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇത് കത്തിച്ചെടുക്കുന്നത്. നമ്മൾ ദം ബിരിയാണി അടുപ്പത്ത് വെക്കുമ്പോൾ ചിരട്ട തന്നെ ഉപയോഗിച്ച് കത്തിക്കാൻ ശ്രദ്ധിക്കുക. കാരണം ചിരട്ടയ്ക്ക് ചൂട് കൂടുതലാണ്. അപ്പം നമ്മൾ ബിരിയാണി നന്നായിട്ട് ബീഫൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടും. ഒരു 10-15 മിനിറ്റ് ഇതുപോലെ നന്നായിട്ട് കത്തിക്കുക.
മുകളിൽ ഇതുപോലെ എന്തെങ്കിലും വെയിറ്റ് വയ്ക്കാൻ ശ്രദ്ധിക്കുക. കണ്ടോ, 10-15 മിനിറ്റിന് ശേഷം ഇതുപോലെ നന്നായിട്ട് ആവി പുറത്തേക്ക് വരും. നമ്മുടെ ദമ്മ് പൊട്ടിയിട്ട് ഇതുപോലെ നന്നായിട്ട് ഇതുപോലെ ആവി പുറത്ത് വന്നാൽ നമ്മൾ തീയൊക്കെ അണച്ച് അതിൻ്റെ കനൽ നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കണം. ഇനി ഇതിങ്ങനെ 1 മണിക്കൂറോളം നമുക്ക് അടുപ്പത്ത് തന്നെ വെക്കാം. ഇങ്ങനെയാണ് നമ്മൾ ദം ബിരിയാണി തയ്യാറാക്കുക. അപ്പോഴാണ് നമ്മുടെ ബീഫൊക്കെ നന്നായിട്ട് സൂപ്പറായിട്ട് വെന്ത് കിട്ടത്തുള്ളൂ. 1 മണിക്കൂറിന് ശേഷം നമ്മൾ അടുപ്പത്ത് നിന്ന് നമ്മൾ ബിരിയാണി ചെമ്പ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു കത്തി വെച്ച് ഇതുപോലെ സൈഡൊന്ന് വിടുവിച്ച് ദമ്മ് പൊട്ടിച്ചെടുക്കാം. നല്ല അടിപൊളി മണമാണ് ഈ ദമ്മ് പൊട്ടിക്കുമ്പോഴുള്ള മണം ബിരിയാണിയുടെ. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് ഈ റൈസൊക്കെ ഒന്ന് കോരി മാറ്റാം. ഈ അടിയിലേക്കുള്ള റൈസിലൊക്കെ ബിരിയാണി മസാലയുടെ ആ ഫ്ലേവറും അതിൻ്റെ ജ്യൂസൊക്കെ ഇറങ്ങിയിട്ട് നല്ല ബിരിയാണി ചെമ്പിൻ്റെ അടിയിൽ ബിരിയാണി മസാല ഒട്ടും തന്നെ അടി പിടിച്ചിട്ടൊന്നുമില്ല. ബീഫൊക്കെ നല്ല സൂപ്പറായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ബിരിയാണിയുടെ റൈസ് കണ്ടോ, നല്ല ഗോൾഡൻ യെല്ലോ കളറിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ അടിപൊളി ബീഫ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിതൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇത് കുറച്ച് വറുത്ത ഉള്ളി വെച്ചിട്ട് നമുക്കൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. ബീഫിൻ്റെ ടെക്സ്ചർ കണ്ടോ, നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ദം ബിരിയാണി വെച്ചാൽ ബീഫ് വേവില്ല എന്നൊന്നും ആരും പേടിക്കേണ്ട. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് നന്നായിട്ട് വെന്ത് കിട്ടും. അതുപോലെ നമ്മുടെ ഈ ബിരിയാണി റൈസ് വളരെ ടേസ്റ്റുള്ള റൈസാണ്. ഇതുപോലെ ഇനി നിങ്ങൾ ബിരിയാണി വെക്കുമ്പോൾ ഈ രീതിയിലൊന്ന് റൈസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ നല്ല കോഴിക്കോടൻ സ്റ്റൈലിൽ ബീഫ് ദം ബിരിയാണി ഉണ്ടാക്കാൻ താല്പര്യമുള്ളവർ നമ്മുടെ ഈ റെസിപ്പി ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നമ്മളെ വീഡിയോ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കരുതേ.